എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തലേദിവസം അരി അരച്ച് വെക്കുകയൊന്നും വേണ്ട. നമ്മൾ അപ്പം ചുടുന്നതിന് 1 മണിക്കൂർ മുന്നേ മാവ് തയ്യാറാക്കി വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. പഞ്ഞിയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഇടിയപ്പത്തിന് അതുപോലെ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ചോറാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് പകരം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വരികയില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ കുറേ കൂടെ ലൂസായി പോകാൻ പാടില്ല. അതുപോലെ നമ്മുടെ മാവ് കുറേ കൂടെ തിക്കാവാനും പാടില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പുളിച്ച് പൊന്തി വരും. പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈസ്റ്റ് കൂട്ടിയിട്ട് കൊടുക്കണം. അതുപോലെ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും എന്തായാലും ഇത് പൊന്തി വരാൻ. എനിക്ക് സാധാരണ ഇവിടെ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് പുളിച്ച് പൊന്തി വരാറുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ചെടുത്ത് അപ്പം ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് പാനിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചുടുന്ന അപ്പത്തെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടെ മാവ് കോരി ഒഴിച്ച് കൊടുക്കണം. പിന്നെ നിറച്ച് ഹോളുകളുണ്ടാവും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഹോൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നിറച്ച് ഹോളുകളായിട്ടാണ് നമ്മുടെ അപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇനി ചെറിയ ചെറിയ കുമ്പളകൾ വരുമ്പോഴേക്കും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പഞ്ഞിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം ഇപ്പം അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിലും നമുക്കിപ്പോൾ പിറ്റേ ദിവസം അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് തലേദിവസം അരി അരച്ച് വെച്ചിട്ടും ഈ അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 1 കപ്പ് ചോറ് എടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.